ഒരു പണിയെടുക്കാതെ ഒരു മനുഷ്യനെ കാണാൻ പാടില്ല. ജപ്പാൻകാരിങ്ങനെ റോന്ത് ചുറ്റും എന്തെങ്കിലും ഒരു പണിയെടുത്തോളണം. അതിൽ 3-4 സ്ഥലമുണ്ട്: ബംബു ഫ്ലാറ്റ്, ബിംബർലിഗഞ്ച്, സ്റ്റുവർട്ട് ഗഞ്ച്, നയാപുരം, ഈ ഓഗ്ര ബ്രാഞ്ച്. വിധവാ പെൻഷന് മറ്റേ പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, അത് അന്നുണ്ട് അവിടെ. ജോലി ഇല്ലാത്തവർക്കൊക്കെ ചെറിയ പെൻഷന്, പിന്നെ റേഷൻ സൗജന്യം. ഈ എൻ്റെ ജീവിതത്തിൽ ഗവൺമെൻറ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് ഒരാളെ മുണ്ടെടുത്ത് കാണുക, ഇവിടുന്ന് പോയിട്ട് അയാളെ മാത്രം. രാവിലെ ഒരിളനീര് അതിൻ്റെ കാമ്പ്, ഉച്ചക്കും അതെ, വൈകിട്ടത്തേക്ക് എങ്ങനെയെങ്കിലും അവർ കുറേ പന്നിയും പുള്ളിമാനുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ. പഞ്ചായത്ത് പ്രസിഡൻറ്റിന് അവിടെ പ്രധാനാണ്. ഈ പ്രധാനിന് വേറെ ആനുകൂല്യം ഉണ്ട് അവിടെ, ഇവിടുത്തെ പഞ്ചായത്തുമാരിയല്ല. മൊത്തം ഉള്ള വരുമാനത്തിൽ 50% ഈ പ്രധാന ചിലവഴിക്കുക. അവരോടൊന്നും ആരും ഇടപെടുന്നല്ല. പക്ഷേ ഈ എഴുത്തും കുത്തും അപേക്ഷ എഴുതലുമായിട്ട് അവരായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഞങ്ങൾ ഗോവ, ഹൈദരാബാദ് അങ്ങനെ ചുറ്റിപ്പിടിച്ച് അങ്ങനെ എനിക്ക് യാത്രയിൽ വലിയ കമ്പാണ്. നമ്മളെ നാട് പോവും, മുന്നോട്ട് തന്നെ പോവും, നല്ല നിലയിൽ പോവും. അതിനെന്താണെങ്കിലും ഒരു കോട്ടം തട്ടൂല. കേട്ടിയോടത്ത് സൊറ പറയാം. മുഹമ്മദ് മാഷുമായിട്ടുള്ള 2ാമത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ളൊരു സൊറ പറച്ചിലാണ് ഇന്ന്. ഫസ്റ്റ് എപ്പിസോഡ് നമ്മളെ ചാനലിലുണ്ട്. പഴയ കാലത്തെ കുറേ ജീവിതാനുഭവങ്ങളൊക്കെ വളരെ ടച്ചിങ് ആയിട്ട് തന്നെ മാഷ് അവതരിപ്പിക്കുന്ന നല്ലൊരു എപ്പിസോഡാണ്. ഇപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ മാഷ് ഒരു യാത്ര ചെയ്തിട്ടുണ്ട് അന്തമാനിലോട്ട്. അപ്പോൾ അന്നത്തെ പോയ കാര്യങ്ങളൊക്കെ, ആ യാത്രാ വിശേഷണങ്ങളും അന്നത്തെ അനുഭവങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സൊറ കേൾക്കാൻ പോകുന്നത്. മാഷേ, അന്തമാനിലേക്കൊരു യാത്ര പോയി എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു യാത്രയുടെ തുടക്കം? എവിടുന്നാണ്, എങ്ങനെയാണ് പോയത്? അതൊക്കെ നമുക്ക് ഒന്ന് പറയാം അല്ലേ? ഈ പറഞ്ഞ അന്തമാനിലൊരു വിളിയല്ല, അന്ന് ഒരു കമ്പിയാണ്. അന്ന് കമ്പി വന്നു. ഉമ്മ എന്ത് പറഞ്ഞാലും വിടൂല, അങ്ങോട്ട് പോരേന്ന് പറഞ്ഞാൽ അങ്ങനെ. ഏതായാലും ഉമ്മാൻ്റെ മനസ്സോടെ അങ്ങോട്ട് പോയി. അവിടെ പോകുന്ന സമയത്ത് മാഷ് എത്ര വയസ്സായിരുന്നു? ഞാൻ ഇവിടുന്ന് അവിടെ പോകുമ്പോൾ എനിക്ക് പിന്നെ 64 അവിടെ എത്തിയത്. 19 വയസ്സാണ്. 4 കൊല്ലം ഞാൻ അവിടെ സർവീസ് ചെയ്തു. 6 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഞാൻ ചെന്ന 3 മാസം കഴിഞ്ഞ ഉടനെ LG ക്ലർക്കിൻ്റെ ടെസ്റ്റ് ഉണ്ട്, അതിനെ വിളിച്ചിരുന്നു. അന്തമാനിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? എവിടുന്നാണ് തുടങ്ങുന്നത്? എങ്ങനെയായിരുന്നു അന്തമാനിലേക്ക് പോകുന്നത്? എത്ര ദിവസം കൊണ്ട് എത്തും? ആദ്യ ഘട്ടത്തിൽ ഞാൻ നടാടെ പോയത് മദ്രാസിൽ നിന്നാണ്. അന്ന് പോകണമെങ്കിൽ അവിടുന്ന് ഒരു കമ്പി വരണം. കമ്പി പറഞ്ഞാൽ പെർമിഷൻ, എൻ്റെ പേരുണ്ടാവും, ഇത്ര വയസ്സുണ്ടാവും. അത് ഇങ്ങനെ കൊണ്ടുപോയി പിന്നെ അവിടെ ഇതിൻ്റെ കപ്പലിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ്റെ ആണ്. അപ്പോൾ അത് കാണിച്ചു കൊടുത്താൽ നമ്മളെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചൊരു ഇത് തരും. അങ്ങനെയാണത് പിന്നെ കിട്ടിയ. അന്ന് ആദ്യത്തെ പ്രാവശ്യമല്ലേ, നമ്മളിപ്പോൾ പ്രൈവറ്റായിട്ടാണല്ലോ. അന്ന് 41 ഉറുപ്പിയാണ് ഈ കപ്പലിന്. 5ാമത്തെ ദിവസമാണ് പിടിച്ചത്. MV അൻഡമാൻ എന്ന് പറഞ്ഞ കപ്പൽ. അങ്ങനെ പോവും. അത് ഒരു 20 നോട്ടിക്കൽ മൈലുള്ളൂ അന്ന് മണിക്കൂറിൽ. അത് ഈ ആദ്യം പോയിട്ട് നിക്കോബാറിൽ ടച്ച് ചെയ്ത് അവിടുന്ന് ആളെ ഇറക്കി അവിടുത്തെ ഉൽപ്പന്നം വാങ്ങി അവർക്കുള്ള സാധനം ഒരു ദിവസം അവിടെ മെനക്കെടും. പിന്നെ അവിടുന്നാണ് പോർട്ട് ബ്ലെയറിൽ പോവുക. ദീർഘനാളത്തെ യാത്രകൾക്ക് ശേഷം അന്തമാനിലോട്ട് പോയി ഇറങ്ങാണ്. അന്തമാനിൽ ആ കാലഘട്ടത്തിൽ സൗകര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? റോഡ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു വാഹന സൗകര്യങ്ങളൊക്കെ? യാത്രാ സൗകര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഒരു റോഡ് അതിൻ്റെ വക്കത്തായിട്ടാണ് ഇപ്പോൾ ഈ ഓഗ്ര ബ്രാഞ്ച് വരിക, സൗത്ത് അന്തമാൻ. അതിൻ്റെ പോർട്ട് ബ്ലെയർ ആണ് അതിൻ്റെ തലസ്ഥാനം. അവിടുന്ന് അങ്ങനെ പോയി പിന്നെ ഈ ഒരു സൗത്ത്, നോർത്ത്, മിഡിൽ, അങ്ങനെ 3 അന്തമാൻ 3ആണ്. പിന്നെ നിക്കോബാർ വേറെയാണ്. അന്ന് അവിടെ ചളിയില്ല ഈ റോട്ടിൽ. ഒരു ഉള്ള കരിങ്കല്ല് ആണെങ്കിലും നമ്മളിവിടുത്തെ കരിങ്കല്ലിൻ്റെ ഗുണമൊന്നുമില്ല. അത് കുറേ ഇങ്ങനെ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് അങ്ങനെയാണ് റോഡ്. അത്
ചില സ്ഥലത്ത് ഇങ്ങനെ പൂന്തപ്പാടം മാതിരിയാണ് ഉള്ളത്. ഈ അന്തമാനിൽ പോയ സമയത്ത് ശരിക്ക് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പോണ സമയത്ത്? സ്വാതന്ത്ര്യം കിട്ടിയിട്ടല്ലേ. അതിൻ്റെ മുമ്പ് അവിടെ ആ ജനങ്ങൾ ഒരു 3 കൊല്ലം ഒരു കഷ്ടപ്പെട്ടും ഇത്ര ഒരു എന്താ പറയാ, നമ്മളിപ്പോൾ ഈ ഇവരെ ഗാസയിലെ ആ പ്രശ്നം ഉണ്ടായില്ല, അതേ കോലത്തിലും ജപ്പാൻ പിടികൂടി. ആ 2ാം യുദ്ധകാലത്ത് ജപ്പാൻ അന്തമാനിൽ കയറി ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് അവിടെ കയറി. അവിടെ അന്നൊക്കെ വളരെ കുറച്ചുള്ളൂ ആബാദി ജനങ്ങളൊക്കെ. അതിൽ ഒരു പണിയെടുക്കാതെ ഒരു മനുഷ്യനെ കാണാൻ പാടില്ല. ജപ്പാൻകാരിങ്ങനെ റോന്ത് ചുറ്റും എന്തെങ്കിലും ഒരു പണിയെടുത്തോളണം. അത് അനുഭവിച്ച ആൾക്കാർ ഞാൻ ചെല്ലുമ്പോഴൊക്കെ നല്ല ഒരു ഇടത്തരം വയസ്സായുള്ള ആൾക്കാർ പറയാം, ഓലിന് വന്നാൽ എന്തെങ്കിലും പണിയെടുക്കണം. അപ്പം ആ പണി എടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ മിഞ്ഞാന്നെടുത്ത പണി എന്താണെന്ന് അത് കാണിച്ചു കൊടുക്കണം. അതില്ലെങ്കിൽ അവിടെ ആ പുളി മരപ്പുണ്ടോ അറിയില്ല, ഞാൻ പോരോളം ഉണ്ടായിരുന്നു. ആ പുളിമണ് കെട്ടിയിട്ടിട്ട് അടിക്കുന്നേ ഒരു 10 അടി ഉറപ്പാണ്. അത്ര ഒരു കണ്ണിച്ചോരല്ലാത്ത. പിന്നെ അവർ ഒരു കുറച്ച് നല്ല മെയ് വഴക്കല്ലോലൊക്കെ പിടിച്ച് പോലെ പണിയെടുപ്പിക്കും. അത് കാര്യമായിട്ട് ബങ്കർ ഉണ്ടാക്കല. ഈ ബങ്കർ കാരണം പിന്നെ യുദ്ധം വരുമ്പോൾ ബോംബ് കഴിച്ചിലാകാൻ അതിപ്പോഴും ഉണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞ തെങ്ങും തോട്ടം ഉണ്ടല്ലോ ഇവരെ, അതിലുണ്ട് 2-3 ഉണ്ട്. അവർ നല്ലോണം കഷ്ടപ്പെടുത്തിയിരിക്കണം. കാരണം അവിടെ ഉണ്ടാക്കണ നെല്ല് അതല്ലാതെ പുറത്തുനിന്ന് വരാൻ ഇതില്ലല്ലോ. കാരണം വരേണ്ടത് കൽക്കത്തിന്നോ ഒന്നുകിൽ മദ്രാസിൽ നിന്നാണ്. പിന്നെ ബ്രിട്ടീഷുകാരെ ഇവർ തോൽപ്പിച്ചപ്പോൾ പിന്നെ ഇവർ കയ്യേറിയപ്പോൾ മറ്റൊന്നുമില്ല. അങ്ങനെ പിന്നെ ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ കള്ളപ്പുള്ളികളൊക്കെ ജയിലിൽ നിന്ന് വിട്ടു. ജയിലിൽ നിന്ന് വിട്ടിട്ട് പോലെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഓൽക്ക് തിന്നണമെങ്കിൽ അത് ഉണ്ടാക്കുക. മറ്റേതിപ്പോൾ ജയിലിൽ കിടക്കുകയാണെങ്കിൽ നേരത്തിന് ഭക്ഷണം കിട്ടുമല്ലോ. അങ്ങനെ കുറേ ആൾക്കാർ ഒരു കുട്ടി പാവക്കാക്ക ഉണ്ടായിരുന്നു, അയാളിനോട് ആ കഥയൊക്കെ പറയും. നേരെ കൊടുത്താൽ മൂട് കാണിച്ചു തല്ലു. അങ്ങനെ ആദ്യത്തെ ഭക്ഷണം അതാറി. അതിൻ്റെ മക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നിട്ട് അപ്പോഴൊക്കെ മരിച്ചു. ആ ഒരു ജപ്പാൻകാരെ ഒരു ഭയങ്കര പറയുന്നിട്ടാൽ തന്നെ നമുക്കിങ്ങനെ പേടിയാവും അത്രയും. അതിൽ 3-4 സ്ഥലമുണ്ട്. ബംബു ഫ്ലാറ്റ്, ബിംബർലി ഗഞ്ച്, സ്റ്റുവർട്ട് ഗഞ്ച്, നയാപുരം, ഈ ഓഗ്ര ബ്രാഞ്ച്. ഇത് മലയാളികൾ ഇപ്പോഴും പറയണ ഓഗ്ര ബ്രാഞ്ച്. ശരിക്കും ഓഗ്ര ബ്രാഞ്ച് അല്ല, അത് ഓഗ്ര ബാരജാണ്. അതാണ് അതിൻ്റെ ശരിക്ക് പേര്. പിന്നെ നമ്മളെ അബൂക്കർ മാഷ് വാപ്പനൊക്കെ പിടിച്ചുകൊണ്ട് ഈ പെട്ടതാണ് അവിടെ. ആ സ്ഥലമൊക്കെ ഞാൻ പോയി കണ്ടുകൊണ്ട് അവിടെ ഒന്നും ഇപ്പോൾ ആബാദി ജനങ്ങളില്ല. അപ്പോൾ ഈ കുറേ അപ്പം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി ആ കാലത്ത് പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരുണ്ടല്ലോ, നാട് കടത്തിയ ആൾക്കാർ കുറേ കാലം മുതൽ ജയിലിലായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വിട്ട് ഒരു ഉപദ്രവകാരികളല്ല എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒന്നിച്ച് വിട്ടു. അപ്പം അങ്ങനെ അവിടെ ഇവിടെ ഇല്ല മലയാളികളൊക്കെ ഒന്നിച്ച് കൂടി ഓല് ഈ കാട് വെട്ടി തെളിച്ച് പിന്നെ കൃഷിയൊക്കെ തുടങ്ങി. അതിലാണ് ചില ആൾക്കാർ അവിടുന്ന് പിന്നെ സ്വതന്ത്രരാക്കി. അവിടുന്ന് ചിലവരൊക്കെ നാട് വിട്ടു. തിരക്കിടില്ല, അന്തമാനിൽ പോയാൽ അങ്ങനെ സ്ഥലം കിട്ടും, വീട് കിട്ടും, സർക്കാരിന് നല്ല സഹായം ഉണ്ടായിരുന്നു. അങ്ങനെ പോയതാണ് ഇപ്പം ഇവരെ വാപ്പ, എൻ്റെ മൂത്താപ്പ. ഇപ്പോഴും ഞാൻ അവിടുത്തെ ലോക്കലാണ്, എൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ കപ്പലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് 2 ഭാഗവും പിന്നെ കൊടുത്താൽ മതി. എനിക്ക് വീട്ടിന് സ്ഥലം കൂടിയും അനുഭവിച്ചതാണ്. പിന്നെ വീടിന് ഉണ്ടാക്കണമെങ്കിൽ കല്യാണം കഴിഞ്ഞവർക്ക് ലോൺ കിട്ടുള്ളൂ. ആ സ്ഥലം പിന്നെ ഞാൻ എൻ്റെ കാക്കാക്ക് കൊടുക്കുക, ചെറിയ ഒരു കാരണവരുണ്ടായിരുന്നു. മാഷ് ശരിക്കും അന്ന് കല്യാണം കഴിഞ്ഞിട്ട് അവിടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ മാഷ് ഇവിടെ ഉണ്ടാവില്ല. ശരിക്കും അന്തമാനത്തെ ഒരാളായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പോയോ? പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ പോയി. പിന്നെ അന്നും ഇവിടുന്ന് അപേക്ഷ എഴുതിയിട്ടിട്ടുള്ളൂ, ജോലിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പെട്ടെന്നാണ് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. അവിടെ പിന്നെ ആ കാലത്ത് ഇപ്പം അതില്ല കേട്ടോ.
പിന്നെ അൻഡമാൻ സ്പെഷ്യൽ പേ പറഞ്ഞിട്ടൊരു പിന്നെ 30% കൂടി ഉണ്ട്. അതായത് 100 റുപ്യ ബേസിക് പേ ആണെങ്കിൽ 30 റുപ്യയും കൂടിയും കൂട്ടും. അന്ന് എൻ്റെ LDCൻ്റെ ശമ്പളം മൊത്തം വാങ്ങണത് 360 റുപ്യ കിട്ടിയിരുന്നത്. ആ കാലത്ത് ഇവിടെ ഒരു മാഷ്ക്ക് 120 റുപ്യ ശമ്പളം, അതിൽ ഒരു 15 ഉറുപ്പി പിന്നെ അലവൻസ് അത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ ജീവിത ചെലവ് ഒരു വിധത്തിൽ കുറവാണ്, വേറൊരു വിധത്തിൽ കൂടുതലാണ്. കാരണം പുറത്തുനിന്ന് വന്നിട്ടുള്ള സാധനത്തിനൊക്കെ വില കൂടുതലാണ്. പിന്നെ അവിടെയും അന്ന് പെൻഷനൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളെ ഈ വിധവാ പെൻഷന് മറ്റേ പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലേ, അത് അന്നുണ്ട് അവിടെ. ജോലി ഇല്ലാത്തവർക്കൊക്കെ ചെറിയ പെൻഷന്, പിന്നെ റേഷൻ സൗജന്യം അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് നിത്യോപയോഗ സാധനം, അരി, ഈ ഗോതമ്പ്, പിന്നെ അതിൽ വേറെ എന്തായിരുന്നു ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, പഞ്ചസാര. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യരതിയിലൊക്കെ ആ ലീസ്റ്റ് ഉണ്ടാക്കി അയച്ചാൽ അതനുസരിച്ച് മാസം വരും. അത് സർക്കാർ കാശും തരും, ഈ സാധനവും തരും. അതാണ്. മാഷ് അന്തമാനിലെത്തി, അന്തമാനത്തെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. മാഷ് ഫസ്റ്റ് അവിടെ പോയ സമയത്ത് ജോലിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് പറഞ്ഞു. അതൊന്ന്, ആ ജോലിയും അവിടുത്തെ ആളുകളും അവിടുത്തെ മാഷിക്ക് കിട്ടിയിട്ടുള്ള കുറേ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വലിയൊരു അനുഭവം ഉണ്ടാവും, അതൊന്ന് പറയും. അപേക്ഷ ഓഫീസിൽ കൊടുത്തു. അപ്പോൾ എൻ്റെ പേരിങ്ങനെ കണ്ടപ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത്. നമ്മൾ വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ എല്ലായിടത്താണ് ഈ എൻ്റെ ജീവിതത്തിൽ ഗവൺമെൻറ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് ഒരാളെ മുണ്ടെടുത്ത് കാണുക, ഇവിടുന്ന് പോയിട്ട് അയാളെ മാത്രം, ഒരു മിസ്റ്റർ KK നായർ. അപ്പോൾ ഇങ്ങനെ കുറേ വർത്തമാനങ്ങളൊക്കെ ചോദിച്ച് എന്നോട് ശരി എന്നാ പിന്നെ ടെസ്റ്റ് ഉണ്ടാവും ഇന്ന ദിവസം, അതിന് ഹാജരാവുകൊണ്ട് പറഞ്ഞ് 2 തട്ടുണ്ട്. ഇപ്പോഴും പോർട്ടബിളിലെ കെട്ടിടമുണ്ട്, സെക്രട്ടേറിയറ്റാണ്. അതിന് 2ാമത്തെ താഴെ ഇറങ്ങിയപ്പോൾ ഒരാൾ വിളിച്ചിട്ട് കൈയൊട്ടിയിട്ട് വിളിച്ചു. അതൊരു തമിഴനാ. നീക്ക് കൂപ്രദേശ് സെക്രട്ടറി പറഞ്ഞ് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്താ അപേക്ഷൻ്റെ അടിയിൽ ഒപ്പിട്ടിട്ടേ ഇല്ല. ഞാൻ എന്താണ് മാപ്പിള ഇങ്ങനെയൊക്കെ, ഇത് തുടക്കം തന്നെ ഇങ്ങനെയാണോ എന്ന് അയാൾ. ഏതായാലും ഒപ്പിട്ട് കൊടുത്തു. എനിക്ക് ആകെ ബേജാറായി. അന്ന് മുതൽ ഒരു 3 ദിവസം ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല. അങ്ങനെയല്ല, 2 വിധത്തില. കാരണം അയാൾ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഭാവി ആകെ പോക്കാം. 111ാമത്തെ നമ്പറായിരുന്നു. ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ, അപ്പോൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഏതായാലും ജോലി അവിടെ പ്രവേശിച്ചു. 4 കൊല്ലത്തോളം അവിടെ ജീവിച്ചു. അതിനിടയ്ക്ക് നമ്മുടെ ആ കാലത്ത് ഇവിടുന്ന് കുടിയേറിയ കുറേ മാപ്പിളകാരുണ്ട്. അവർ ഒരു 14 പേര് കൂടി സർക്കാരിൻ്റെ എല്ലാ സഹായത്തോടു കൂടി ഒരു കോക്കനട്ട് പ്ലാന്റേഷൻ രൂപീകരിച്ച് എല്ലാ ചിലവും സർക്കാർ കൊടുക്കും. അപ്പം ഞാൻ ചെന്ന ഉടനെ ഒരു 3 മാസം കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ കണക്കുകളും കാര്യങ്ങളും സൂപ്പർവിഷനൊക്കെ എന്നെ ഏൽപ്പിച്ചു. അതിന് കാരണം ഒരു AKP നമ്പ്യാർ, കണ്ണൂരിൽ നിന്നുള്ള ആളാണ് ഈ കോപ്പറേറ്റീവിൻ്റെ മേധാവി. ഞാൻ ഈ ഗവൺമെൻറ് ജോലിയിൽ കയറിയിട്ടും എനിക്ക് അയാൾ എല്ലാ സൗകര്യങ്ങളും, എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ, അന്ന് അക്കാലത്ത് ഒരു LD ക്ലർക്കിന് സ്വന്തമായിട്ട് ജീപ്പ് അനുഭവിച്ചു കൊടുക്കുക പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതിൻ്റെ മീറ്റിങ്ങിന് പോകാനും അവരെ ബാങ്ക് അക്കൗണ്ട് ശരിയാക്കാനും ഒക്കെ ഇയാൾ എന്നെ വളരെയധികം സഹായിച്ചിരുന്നു. അതുമാതിരി KK നായർ ഞാൻ വരുവോളം, പിന്നെ ഒരു നെടുങ്ങാടി സാറ് എൻജിനീയർ ആയിരുന്നു, അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ. അവരുമായിട്ടൊക്കെ എനിക്ക് നല്ല ഒരു ബന്ധമായിരുന്നു. കാരണം അവർ ഈ നെടുങ്ങാടി സാറിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മിക്ക ദിവസവും ശാപ്പാട് എനിക്ക് കൊണ്ടുപോകല്ല, ആ വീട്ടിൻ്റെ അടുത്തായിട്ടാണ് നമ്മളെ ഓഫീസ് ഉണ്ടായിരുന്നത്. ഓഫീസ് വിട്ടാലും അവരുമായിട്ട് വളരെ ഒരു നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന കാലമാണ്. പിന്നെ ക്വാർട്ടേഴ്സ് കിട്ടി. അങ്ങനെ അക്കാലത്ത് പിന്നെ വേറെ 1-2 സംഭവങ്ങൾ മറക്കാനാകാത്തുണ്ട്. ഇലക്ഷൻ വന്നു 1967 ഏപ്രിലോ ജൂണോ, നമ്മൾ മൊത്തം ഉള്ള ഇതിൽ ഒരു ലോകസഭാ മണ്ഡലമാണ്
എൻ്റെ മനസ്സിലുള്ളത്. അതിൽ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ എനിക്ക് കിട്ടിയത് നമ്മുടെ നിക്കോബാർ ദ്വീപിലായിരുന്നു. നിക്കോബാറിലും കുറേ ദ്വീപുകളുണ്ട്, അന്തമാൻ നിക്കോബാർ അങ്ങനെ എപ്പോഴും പറയാം. രണ്ടെണ്ണമൊന്നുമല്ല, അത് നിക്കോബാർ ഒരു തഹസീലാണ്, അതിൽ കുറേ ദ്വീപുകളുണ്ട്. അവിടെ അന്ന് അത്രയൊന്നും ജനസംഖ്യ ഇല്ല. ഒരു ദ്വീപിലേക്ക് ഞങ്ങൾ 5 ആൾ ഡ്യൂട്ടി, ഒരു ബോട്ടിൽ പോവുക. അന്ന് നാളെ ഇലക്ഷനാണെങ്കിൽ ഇന്ന് രാവിലെയാണ് എത്തിയത്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അവിടെ നമ്മൾ ഈ ക്ലാസ് 3 അല്ല 4 സ്റ്റാഫ് ഒന്നുണ്ട്. അരി ഭക്ഷണമൊന്നുമില്ല. അന്ന് അതിൽ ഉറങ്ങി പിറ്റന്ന രാവിലെ ബൂത്ത് ഈ ബോട്ട് തന്നെ 7 ആളുള്ള വോട്ടർമാരിൽ 5 ആൾ വന്ന് വോട്ട് ചെയ്തു അന്ന്. അതും കഴിഞ്ഞ് അപ്പോഴൊക്കെ 5 ദിവസം വേണം ഈ ഡ്യൂട്ടിക്ക്. അത് ഈ വെറും ബോട്ടിൽ. അത് ഭക്ഷണം അരി ഭക്ഷണം കിട്ടാതെ. ഈ നിക്കോബാറിൽ വേറെ പ്രത്യേകത, അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും ഈ രാവിലെ ഒരിളനീര് അതിൻ്റെ കാമ്പ്, ഉച്ചക്കും അതെ, വൈകിട്ടത്തേക്ക് എങ്ങനെയെങ്കിലും അവർ കുറേ പന്നിയും പുള്ളിമാനുണ്ട് അവിടെ. അതിഷ്ടംമാരുണ്ട് പന്നി. അതാണ് അവരെ പ്രധാന ഭക്ഷണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാഷ് ശരിക്ക് അന്തമാനത്തിൻ്റെ കൂടിയൊക്കെയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു സ്വറവറച്ചിലുണ്ടായിരുന്നില്ല അല്ലേ? മാഷെ പരിചയപ്പെടാനും മാഷെക്കുറിച്ചുള്ള കുറേ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് നന്നായി. ഇവിടുത്തെ കുറേ കാര്യങ്ങളും അറിയാനായി, അവിടുത്തെ കുറേ കാര്യങ്ങളും അറിയാനായി. ഈ പിന്നെ ജോലി കിട്ടിയിട്ട് പിന്നീട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഇവിടെ ലീവിൽ വന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഉമ്മാനെയും കൂട്ടി പോകണമെന്നാണ്. ഇമ്മ എന്താണെങ്കിലും വരില്ല. ഞാൻ ആ ബാപ്പ കിടന്ന് മരിച്ച് ആ പടിമ്മ മരിക്കണം എന്നാണ്. ജീവ വേണമെങ്കിൽ പൊയ്ക്കാറ്. അവസാനം ആ കോണീൻ്റെ മുമ്പായിട്ട് ഇവിടുന്ന് കല്യാണം കഴിഞ്ഞു. ആ ഈയിടെയാണ് നമ്മളെ ഈ ഓറിയൻ്റൽ ഹൈസ്കൂൾ കഴിഞ്ഞ ആൾക്കാർക്ക് അധ്യാപകരാകാനല്ലേ, അങ്ങനെ ബക്രമാഷിയിട്ട് ബന്ധപ്പെട്ട് PSCക്ക് ഇവിടെ ഒരു അപേക്ഷയും കൊടുത്ത് പോയി. PSCക്ക് അപേക്ഷ കൊടുത്തു പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 69 തിരിച്ചു വന്ന ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ ജോലിയിൽ ചേർന്നു. ഇപ്പോഴും അന്തമാനായിട്ട് ബന്ധമുണ്ട്. ഒരു 2-3 വർഷം കൂടുമ്പോൾ എൻ്റെ ആ ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല നിലയിലാണ്. അതിന് കാരണം പറയുകയാണെങ്കിൽ ഞാൻ തന്നെയാണ്. കാരണം അക്കാലത്തൊക്കെ അന്ന് എലിമെൻ്ററി സ്കൂളാണ് അവിടെ. അത് കഴിഞ്ഞൊക്കെ ഈ കൃഷിപ്പണിയും കാര്യം അതിലേക്ക് മാത്രം തിരിയണ മാറ്റി. പിന്നെ അപ്പോൾ അവിടുന്ന് പോർട്ട് ബ്ലെയറാണ് തലസ്ഥാനം. എന്താവശ്യത്തിനും അവിടേക്ക് വരണം. അപ്പോൾ അയാൾക്കൊരു കച്ചവടമുണ്ട്, റേഷൻ കച്ചവടമാണ്. അപ്പോൾ അതിന് പിന്നെ ആൾക്കാരെ പേര് കൊടുക്കണം, എഴുതി കൊടുക്കണം. ഇയാളിത് ഉറുദുവിലുള്ള എഴുതാൻ അറിയാം. 12ാമത്തെ ദിവസം അവിടെ അപ്പോയിൻ്റ് ചെയ്തു പറഞ്ഞാൽ അങ്ങനെയല്ല. പിന്നെ ഈ ആൾക്കാരെ വില്ലേജിലുള്ള ആൾക്കാരെ മൂപ്പര് ഈ ചൗധരി പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പഴയ കാലത്തെ അധികാരിയാണ്. ഈ മൂപ്പര് അവിടുത്തെ ഒരു കാര്യപ്പെട്ട ആളാണ്. അങ്ങനെ അന്ന് പിടിച്ചാക്കുകയാണ്. പണ്ടും ഇവിടെ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഇത് എഴുതാനൊക്കെ പിന്നെ ഞാനായിരുന്നു മൂപ്പര. ഈ റേഷൻ്റെ ആൾക്കാരെ ലീസ്റ്റ് ഉണ്ടാക്കാൻ ഇംഗ്ലീഷിൽ എഴുതുക, പിടിക്കുക. അതുമാതിരി പിന്നെ നികുതി ഷീറ്റ് എഴുതുക. ഏത് നമ്മളെ ഇതുണ്ടല്ലോ, എഴുതും. മൂപ്പര ഉപ്പിടും രാവിലെ, അല്ല അതിൻ്റെ താഴെ. അങ്ങനെ അതിന് 30 ഉറുപ്പ്യ വരും. അല്ല, ഒരു മാസത്തിൽ. ആ ചിലവൊക്കെ അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് നല്ല അങ്ങനെ. പിന്നെ എൻ്റെ കാക്കാൻ്റെ ഒപ്പം ഞാൻ ഒന്ന് പോർട്ട് ബ്ലെയർ പോയി. അപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് പോസ്റ്റ് ഓഫീസ് ചെന്നപ്പോൾ അങ്ങനെ ഒരു വരിയുണ്ട്. ഒരു താടില്ല ഒരു UP-കാരൻ കാക്ക. മൂപ്പരെന്താ പണി അവിടെ? ഇത് ഈ നമ്മൾ പണം അയക്കാനല്ലേ മണി ഓർഡർ എഴുതുക. മണി ഓർഡർ എഴുതിന് മൂപ്പർക്ക് 2 ഉറുപ്പ്യ. അത് എഴുതിയാണ്ടാണ് കൊടുത്താൽ മതി. കൊടുക്കണോര് 2 ഉറുപ്പ്യ. പതി വരി ഇങ്ങനെ നീണ്ടിരിക്കുക. അപ്പോൾ മേലിക്കോ എന്ന് ചോദിച്ച് ഞാൻ അപ്പോഴേക്ക് കുറേ ഹിന്ദിയൊക്കെ എനിക്ക് പറഞ്ഞു പോകണം. അപ്പോൾ മൂപ്പര് ഇരിക്കണോടൊന്ന് നീച്ചാണ്ട്
അവിടെ തന്നെ ഇരുത്തി ഇങ്ങേപ്പുറത്തെ ഒരു സ്റ്റൂളും ഞാൻ വേഗം പിന്നെ അത് പണ്ട് എനിക്ക് ഇവിടെ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഈ മണി ഓർഡർ അയക്കണ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിലിങ്ങനെ അത് ലീസ്റ്റൊക്കെ അല്ല ഈ ലൈൻ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 10 ഉറുപ്പ്യൻ്റെ നോട്ട് തന്നു. കാക്ക അവിടെ ഇരിക്കുന്നുണ്ട്, അത് വാങ്ങിക്കടാ എന്നോട്. അതിൽ പിന്നെ ഇയാളിന്നെ അവിടെ ഒരു അപ്പോയിൻറ്റ് ചെയ്ത മാതിരിയായി. അതായത് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഉള്ളൂ കേട്ടോ. ഈ ശമ്പളം കിട്ടുന്നതൊക്കെ ഈ തമിഴന്മാരും ബംഗാളികളൊക്കെ കൊണ്ട് അയക്കാനാണ്. അങ്ങനെ 2 മാസം ഞാൻ അവിടെ വന്നുള്ളൂ. പിന്നെ ഞാൻ അതായത് ഈ ഓഫീസിൽ ചേരുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ ബാബു എന്ന് പറഞ്ഞാൽ സാറെന്നില്ല അർത്ഥം. ഞാൻ മുഹമ്മദ് ബാബുവായി. ജോലി ചേരുന്നതിൻ്റെ മുമ്പ് തന്നെ അതെന്താണെന്ന് വെച്ചാലേ അവിടെ ഈ ആകെ ഫോറസ്റ്റാണ്. അതിന് വിറക് എടുക്കാം, പിന്നെ വീട്ടിന് മരം കിട്ടും. ഇതിനൊക്കെ അപേക്ഷ കൊടുക്കണം. അതിന് അപേക്ഷ പിന്നെ ഒരു മാധവ മാഷുണ്ടായിരുന്നു. മൂപ്പര് 1-2 പ്രാവശ്യം എനിക്കത് പഠിപ്പിച്ചു തന്നു. അങ്ങനെ അപേക്ഷ എഴുതൽ അത് ഇംഗ്ലീഷിൽ എഴുതണം, അങ്ങനെയാണ്. എന്നിട്ട് അവരെയൊക്കെ എഴുതി കൊടുത്താൽ മതി. ഇതെത്തിട്ട് പിന്നെ അപ്പോഴും തരും ഈ 2 ഉറുപ്പ്യ. എനിക്കത് വല്ലാത്തൊരു മനസ്താപം. പിന്നെ കാശൊന്നും വാങ്ങാതെ എഴുതി കൊടുക്കും. ആ ബ്രാഞ്ചിൽ നിന്നല്ല, മറ്റേ ബംഗാളികളുണ്ട്, ഉറുദുക്കാരുണ്ട്, ഈ അവിടെ വേറൊരു കൗമുണ്ട്, അവരോടൊന്നും ആരും ഇടപെടുന്നല്ല. പക്ഷേ ഈ എഴുത്തും കുത്തും അപേക്ഷ എഴുതലുമായിട്ട് അവരായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അപ്പോൾ ഇപ്പോഴും എന്നെ അന്വേഷിച്ചിരുന്നു. മറ്റേ ഓരോരുത്തർ കുട്ടികൾ വന്നാൽ പറയേ. അപ്പം എൻ്റെ കാലത്തുള്ള അധികം ആൾക്കാരൊന്നും അവിടെ ഇല്ല. എന്നിട്ട് ഇങ്ങനെ അപേക്ഷ എഴുതി കൊടുക്കുക. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഞാൻ ചെല്ലിനോടത്തുനിന്ന് നീച്ച് വന്ന് എൻ്റെ കൈ പിടിച്ച് അങ്ങനെയൊക്കെ അവിടുത്തെ വലിയ ആളായിരുന്നു. 5 കൊല്ലത്തോളമുള്ളൂ. മാഷ് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതടക്കട്ടെ, പഴയ കാലത്ത് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടോ? അന്ന് കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? അതിൽ ഞങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെ യാത്ര അബ്ദുറഹ്മാൻ മാഷക്ക് അതിൽ വലിയതാണ്. ഞങ്ങൾ പോവും. അബൂക്കർ മാഷുണ്ടാവും, ഞാനുണ്ടാവും. പിന്നൊന്നുണ്ടാകുക ചിലപ്പോൾ ഉമ്മർ മാഷ്. പക്ഷെ ഉമ്മർ മാഷ് ഉണ്ടെങ്കിൽ അബൂക്കർ മാഷ് പിൻവലിയും. അങ്ങനെ പിന്നെ അതിൽ പിന്നെ ഉമ്മർ മാഷും എന്തോ അറിയില്ല, മനഃപൂർവ്വം ഒഴിയാതെ പിന്നെ മൂപ്പര് അങ്ങനെ കൂടിയുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു, മടത്തോട് അബൂക്കറും. അങ്ങനെ ഞങ്ങൾ ഗോവ, ഹൈദരാബാദ് അങ്ങനെ ചുറ്റിപ്പിടിച്ച് അങ്ങനെ എനിക്ക് യാത്രയിൽ വലിയ കമ്പാണ്. ഫിറോസ് വന്നാൽ പോവും. മാത്രമല്ല ഓനെ ഞങ്ങളെ കാര്യത്തിലൊക്കെ വളരെ ഇതാണ്. ഓൻ അറിഞ്ഞ് തന്നെ ചെയ്യും. എനിക്ക് ഓൻ്റെ ഒപ്പമുണ്ടായി ഞങ്ങളൊരു 12 ദിവസം ഒരു യൂറോപ്പ് ടൂറൊക്കെ. പഴയ കാലത്തൊന്നുമല്ല, അനുഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. കേട്ടിയോടത്ത് സൊറ പറയാം എന്ന പ്രോഗ്രാമിൻ്റെ മുഹമ്മദ് മാഷുമായിട്ടുള്ള 2ാമത്തെ എപ്പിസോഡാണെന്ന്. 2 എപ്പിസോഡ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെയ്തിരുന്നു കേട്ടോ. 1-ാമത്തെ എപ്പിസോഡ് അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകളായിരുന്നു. അദ്ദേഹം ജീവിച്ചു തീർത്ത ആ പഴയ കുറച്ച് കാര്യങ്ങൾ, രസമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു യാത്ര പോയി അന്തമാനിലേക്ക്. അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ അന്നുണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ അതിന് ഫിൽറ്റർ ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് എന്ത് പറയുന്നു, നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ വന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ സംസാരിക്കണം എന്നുണ്ടാവും. പക്ഷേ നമുക്ക് ആരും സ്പേസ് തരുന്നില്ല. നമ്മളെ ആരും കേൾക്കാൻ റെഡിയല്ല. അതിനെന്ത് വേണം? നമ്മളാദ്യം മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ല മാഷെ, നമ്മളിലേക്ക് മറ്റുള്ളവർ നമ്മളെ കേൾക്കാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് രസമുള്ള അനുഭവങ്ങളുള്ള ഒരുപാട് വ്യക്തികളുണ്ട് നമുക്ക് ചുറ്റും. എന്തായാലും അടുത്തൊരു എപ്പിസോഡ് നല്ല വേറൊരു സൊറ പറച്ചിലുമായിട്ട് വേറെ ആളുമായിട്ട് ഞാൻ വരാം. ഓക്കെ.